ഇവിടുത്തെ പോലീസിൻ്റെ നയം മാറിയോ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാം, പോലീസിൻ്റെ നയം മാറി. ജനത്തെ സംരക്ഷിക്കുകയോ നിയമസംരക്ഷണമോ അല്ല നിയമപാലകരുടെ ചുമതല എന്ന നയം മാറി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ 2 ലക്ഷം പേര് പരീക്ഷ എഴുതി ആ 2 ലക്ഷം പേരെക്കാളും ഒന്നാം സ്ഥാനത്തെത്തിയ PSCയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പോലീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അത് വ്യാജമായിട്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കി കോടതി ആ ആളിനെ പരീക്ഷ എഴുതിച്ചപ്പോൾ ആ ആളിന് കിട്ടിയത് 1 മാർക്കാണ്. ഇത്തരം സംവിധാനത്തിലൂടെ പോലീസിൽ കടന്നെത്തിയിട്ടുള്ള ആളുകളാണ് ഈ സംസ്ഥാനത്തെ നിയമപാലകരായി വരുന്നതെങ്കിൽ പോലീസിൻ്റെ നയം മാറി എന്ന് പറയാൻ പറ്റുമോ? മറ്റൊരർത്ഥത്തിൽ മാറി എന്ന് പറഞ്ഞാൽ ശരിയുമല്ലേ? അതാണ് ഇന്ന് ഈ നാട് നേരിടുന്ന വലിയൊരു ഗുരുതരമായ പ്രതിസന്ധി. ആര് സംരക്ഷണം നൽകും? ആരെ ആശ്രയിക്കും? ഇവിടുത്തെ സാധാരണ പൗരൻ പ്രഥമ ദൃഷ്ടിയാൽ ആശ്രയിക്കുന്നത്, സംരക്ഷണം നൽകേണ്ടുന്നത് പോലീസാണ്. ആ പോലീസിൽ നിന്ന് ഏറ്റവും മോശമായ പ്രതികരണവും പ്രവർത്തനവുമാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് നടമാടുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന പോലീസിൻ്റെ നയം. പൊതുവെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകരണവും അവിടുത്തെ ഇടപെടലുകളും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാണ്. എന്നിരുന്നാലും നമ്മുടെ ചില പോലീസുകാരുടെ ഇടയിൽ കൂടെ ചില ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പ്രവണതകൾ വരുന്നത് അതിനൊരു മാറ്റം വരുത്തി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട അനിവാര്യമാണ്. എല്ലാവരും അതിശയിച്ച് പറയില്ല, നല്ല നല്ല പോലീസുകാരുണ്ട്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന പോലീസുകാർ. എന്നിരുന്നാൽ പോലും പഴയ രീതിയിൽ നിൽക്കുന്ന ചില പോലീസുകാരുണ്ട്. അത് എല്ലാ സ്റ്റേഷനിലും ഉള്ളതാണ് പോലീസുകാരെ മൊത്തത്തിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പഴയ അത് രാഷ്ട്രീയത്തിലും പഴയ മനോഭാവത്തിലും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന പോലീസുകാർ ഇപ്പോഴും നമ്മുടെ പല സ്റ്റേഷനുകളിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പോലീസുകാരുള്ള മനോഭാവം മാറാത്തത്. എന്നാൽ ഇപ്പോഴത്തെ ഉണ്ടാക്കിയ ചില മാറ്റങ്ങൾ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗപരമായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ ജനങ്ങൾക്ക് ഗുണകരമായുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി പോലീസുകാർ ശ്രദ്ധിച്ചാൽ അത് ജനങ്ങൾക്കും പോലീസുകാർക്കും നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ഇടയിലേക്ക് പോകാൻ പറ്റാവുന്നതാണ്. പരാതിയായിട്ട് വരുന്നവരോട് പോലും നല്ല മര്യാദയോടെ സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. 100% എല്ലാ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയപരമായി നിലനിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നുകിൽ UDF, ഒന്നുകിൽ LDF, അല്ലെങ്കിൽ RSS, അങ്ങനെയെന്നും പറഞ്ഞിട്ട് പല പരാതികളും ഉണ്ട്. അതൊക്കെ മാറ്റി അവർ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആ പോലീസ് ഓഫീസറായിട്ട് വരണം. അല്ലാത്തിടത്തോളം കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. നല്ലൊരു മാറ്റം വരണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചുരുങ്ങിയ പക്ഷം പരാതിയായിട്ട് വരുന്നവർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു വഴി പോലും കൊടുക്കുന്നില്ല. അത് കൊടുക്കണം. അവർ ധൈര്യത്തോട് പരാതി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വരാൻ കഴിയണം. അത് കഴിയുന്നില്ലല്ലോ, അതിലെ പ്രശ്നം. അത് വരാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായി. പിന്നെ ചെറിയ ചെറിയ റോഡുകളിലും ചെറിയ പഞ്ചായത്തുകളൊന്നും, ഞാൻ കണ്ണൂർക്കാരനാണ്, ആ ഭാഗത്തൊന്നും ഞാനൊരു പോലീസ് ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലും സമരം നടക്കുമ്പോഴോ ഈ ഇത് നടക്കുമ്പോഴോ മാത്രമല്ലാതെ ഞാൻ ആ പോലീസുകാരെ ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല. ട്രാഫിക് ആയാലും ശരി, ലോ ആൻഡ് ഓർഡർ ആയാലും പോലീസ് ആ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ റോന്ത്, കുറഞ്ഞ പക്ഷെങ്കിലും റോന്ത് പോകാനുള്ള ഒരു സംവിധാനം അവർ ചെയ്യണം.